ഹേ ഗൈസ്, ഞായറാഴ്ച രാവിലെ 10 മണി വരെ കിടന്നുറങ്ങണമെന്നും പറഞ്ഞാണ് തലേ ദിവസം അച്ഛൻ കിടന്നുറങ്ങിയത്. പക്ഷേ എല്ലാ ദിവസവും 4:30-ക്ക് എണീച്ച് ശീലമുള്ളതുകൊണ്ട് ആ സമയപ്പോഴത്തേക്ക് അച്ഛൻ എണീറ്റ് ഒരു 7:30 വരെയൊക്കെ അച്ഛൻ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കിയിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞ് കുറച്ച് സാധനം മേടിക്കാനുണ്ട്, പുറത്ത് പോകുന്നു. അതിൽ ചേട്ടൻ മാത്രം പിടികൊടുത്തില്ല. ഞങ്ങൾക്ക് പിന്നെ കറക്കം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഉടനെ റെഡിയായിട്ട് വന്ന്. ഇപ്പോൾ നമ്മൾ മൂന്നുപേരും വന്ന് നിൽക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ഭീമാ പള്ളിയിലോട്ടാണ്. ഇവിടെ അച്ഛൻ മുമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും വന്നിട്ട് ഇപ്പോൾ കുറേ ആയി. വന്ന് അകത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അച്ഛൻ ഇവിടെ വന്ന സ്ഥിരമായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങളും പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള സകലമാന സാധനങ്ങൾ എടുത്തത്. പിന്നെ അവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണ് അധികം അതിലോട്ട് പോയില്ലെങ്കിലും ദൈവം എനിക്ക് ഒരു ഐറ്റത്തിന് തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ണ് ഫുൾ ടൈം അതിൽ തന്നെയായിരുന്നു. ആ കടയിൽ ഓണറിനെ കാട്ടി ഈ വക സാധനങ്ങളൊക്കെ എടുക്കാൻ എന്നെ കൂടുതൽ നിർബന്ധിച്ചത് അമ്മയായിരുന്നു. പിന്നെ അവസാനം അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു പുലിനെയും പൂച്ചേനെയും പട്ടീനെയൊക്കെ എടുത്തിട്ട് വന്ന് അച്ഛൻ്റെ ആ ദയനീയമായ നിപ്പ് കണ്ടിട്ട് മേടിച്ച സാധനങ്ങൾ പലതും തിരിച്ചു കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിപ്പോയതാണ്. പിന്നെ എൻ്റെ മനസ്സനുവാദിക്കാത്തതുകൊണ്ട് എല്ലാം ഇങ്ങ് മേടിച്ചിട്ട് വന്ന്. അച്ഛൻ വിളിച്ചിട്ടാണല്ലോ നമ്മൾ വന്നത്, അതുകൊണ്ട് മറുത്തൊന്നും പറയാതെ ഞങ്ങൾ മേടിച്ചു കൂട്ടി എല്ലാ സാധനത്തിനും ബില്ല് അച്ഛനെ കൊണ്ട് എന്നെ കൊടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടും അവസാനിച്ചില്ല. ഇത്രയും നേരം ഷോപ്പ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി അച്ഛനെ കൊണ്ട് ഒരു ജ്യൂസും കൂടി ഞങ്ങൾ മേടിപ്പിച്ച് കുടിച്ചു. ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ അച്ഛൻ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് ഈ വരണ വഴിക്ക് ഫുള്ളും അതും പറഞ്ഞ് ഞാനും അമ്മയും കൂടെ കളിയാക്കി. മര്യാദയ്ക്ക് അച്ഛൻ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ ഈ പൈസ ഫുള്ള് അച്ഛനെ പോക്കറ്റിൽ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാം. അതാകുമ്പോൾ സമയത്ത് നടക്കില്ല. അതുകൊണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് വരെ പാർസൽ ചെയ്ത് മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.